നെറോലാക്ക് എൻ്റെ വീട് സീസൺ 2-ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ACVയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീട് ശരിക്കും നമുക്കൊരു അനുഭവമായി മാറണം. വീടിനകത്ത് താമസിക്കുമ്പോൾ മനസ്സിന് നിറയെ കുളിർമയും സന്തോഷവും ഒക്കെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടൊരു മനസ്സ് നമുക്ക് കിട്ടണം. സോ തീർച്ചയായിട്ടും അത്തരത്തിൽ വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വ്യൂവേഴ്സിനെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായി പ്രശസ്ത ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ. ശങ്കർ സർ വെൽക്കം. ആർക്കിടെക്ട് ശ്രീമതി ഷൈന രാജേഷ്. ഷൈന മാം വെൽക്കം. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് നമുക്കൊക്കെ പ്രിയങ്കരിയായ സോന നായരാണ്. സോന ചേച്ചി വെൽക്കം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളത്തെ ഒരു വീടാണ്. സോ വീടിനെ കുറിച്ച് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കുക. നമ്മളിപ്പോൾ കണ്ടത് എറണാകുളത്തെ ഒരു വലിയൊരു വീടാണ്. എനിക്കൊന്ന് ഏകദേശം ഒരു കണ്ടംപററി സ്റ്റൈലിൽ എന്ന് തന്നെ പറയാവുന്ന ഒരു വീടാണ്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ജഡ്ജസ് പറയുന്നതാണ്. ബട്ട് അതിന് മുമ്പായി പ്രധാനമായും 3 ഘടകങ്ങളെ ബേസ് ചെയ്താണ് ജഡ്ജസ് ഓരോ വീടിനെയും റേറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷണൽ ആസ്പെക്ട്സ്, ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്. ആദ്യമായി ഫംഗ്ഷണൽ ആസ്പെക്ട്സ്. ശങ്കർ സർ. ഇതിൻ്റെ ഫിസിക്കൽ ലേഔട്ട് വരാന്തയിൽ നിന്ന് കയറിയിട്ട് വളരെ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ലിവിങ് റൂം, ഡൈനിങ് റൂമാണ്. ബാക്കി നമുക്ക് കാണുന്നതിൽ ഏറ്റവും സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ആ സെഗ്രിഗേഷൻ എത്ര എഫക്റ്റീവായിട്ട് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫിസിക്കൽ ലേഔട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ലിവിങ് റൂം ഉണ്ടല്ലോ, ലിവിങ് റൂമിൽ ചെറിയ എലിമെൻറ്റ്സ് ഉണ്ട്. ഫിസിക്കൽ ലേഔട്ടിനെ ഒട്ടും തടസ്സപ്പെടാത്ത രീതിയിൽ സെറ്റി വെച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സെറ്റി മറ്റേ ഇതിൻ്റെ ജനാലയുടെ അഭിമുഖമായിട്ട് ഇരിക്കുന്ന അതിൽ ചില തെറ്റുകളുണ്ടെങ്കിലും നമ്മൾ നല്ല അതിമനോഹരമായിരിക്കുന്നു മൊത്തത്തിലുള്ള അതിൻ്റെ ലേഔട്ട്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് ഫിസിക്കൽ ലേഔട്ടിനകത്ത് വ്യത്യാസം എന്താണെന്നറിയാം.
സാധാരണ നമ്മൾ ഡ്രോയിങ് റൂം കാണുന്ന വ്യത്യാസം ഒരു ഡ്രൈ സ്ഥലം സൈഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ മാത്രമല്ല ഈ കംപ്ലീറ്റ്ലി സെഗ്രിഗേറ്റഡ് ആണെങ്കിൽ പോലും മുകളിലത്തെ ഒരു സ്റ്റെപ്പ് മുകളിലുള്ള ഡൈനിങ് റൂമിൽ നിന്ന് താഴോട്ട് നോക്കാം. ഡബിൾ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്, മുകളിൽ നിന്നും താഴോട്ട് നോക്കാം. അപ്പോൾ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഡബിൾ ഹൈറ്റിന് സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റൂം നല്ല മാനസികമായിട്ട് ഉല്ലാസം തരുന്ന ഒരു ഉന്മേഷം തരുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇത് കഴിഞ്ഞിട്ടുള്ള പടി കയറി വരുന്ന മറ്റ് മുറികൾ, പ്രത്യേക ഡൈനിങ് റൂം, ബെഡ്റൂംസിൻ്റെ ഈ രൂപകൽപ്പനയൊക്കെ നന്നായിരിക്കുന്നു, സംവിധാനങ്ങളൊക്കെ നന്നായിരിക്കുന്നു. എനിക്ക് ഇതിനകത്ത് കിച്ചനകത്ത് ചെറിയ ഒന്ന് രണ്ട് അപാകതകളുണ്ട്. ജനാലക്കെതിരായിട്ടുള്ള രീതിയിലൊരു തടസ്സമാകുന്ന രീതിയിലുള്ള ക്യാബിനറ്റിൻ്റെ പൊസിഷൻസൊക്കെ ഒന്നും ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം ചെറിയ അപാകതകളില്ലാതെ ഈ കെട്ടിടം വളരെ അതിൻ്റെ മുകളിലത്തെ നിലയിൽ കയറുമ്പോൾ വളരെ ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തുന്നുണ്ട് ഈ ഫിസിക്കൽ ലേഔട്ട്. സോന ചേച്ചി, ശരിക്കും നല്ല ക്യാബിനറ്റ്സും ഷോ ഫ്രെയിംസും പിന്നെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ അകത്ത് ഇവർ ഇൻറ്റീരിയറിൽ മീൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇൻറ്റീരിയർ സെഷനിലേക്ക് വന്നിട്ടില്ല, എന്നിരുന്നാൽ കൂടി പറഞ്ഞു പോകുന്നതാണ്. കിച്ചനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന വർക്ക് ഏരിയ, പാൻട്രി, അതെല്ലാം വളരെ ഇഷ്ടമായി. എല്ലാം ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് കൂടുതലും ഒരു അട്രാക്ഷൻ. പിന്നെ മൊത്തത്തിൽ ഇതിനകത്ത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഷൈന മാം, ഷോർട്ട്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് ഉള്ള പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു, ഡെപ്ത് കുറവായിട്ട്. അത് ഇപ്പം നമുക്കകത്ത് കയറുമ്പോഴത്തേക്കും ലാൻഡ് മാനേജ്മെൻറ്റ് രണ്ട് സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ലെവൽ ഡിഫറൻസസിലാണ് സിറ്റ് ഔട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ ദൂരെ നമുക്കൊരു വാട്ടർ ബോഡി കാണുന്നുണ്ട്. പുറത്തിറങ്ങിയിരുന്നാൽ ആ വാട്ടർ ബോഡി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീട് പ്ലേസ് ചെയ്തിരിക്കുന്നതും. അകത്ത് കയറി കഴിയുമ്പം ആ ലാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ സിറ്റ് ഔട്ട്, അതൊരു 3-4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് സിറ്റ് ഔട്ട്, ലിവിങ് റൂം. ബട്ട് അറ്റ് ദ സെയിം ടൈം ലിവിങ് റൂം അത്രയും താഴ്ത്തിയാണെങ്കിൽ തന്നെയും വിഷ്വലായിട്ട് നമുക്കൊരു മറവ് വരുന്നില്ല. കട്ടൗട്ട്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഏരിയാസുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊരു കട്ടൗട്ടും, അത് വെറുതെ ഒരു കട്ടൗട്ട് കൊടുക്കാതെ അതിനകത്തൊരു ക്യാബിനറ്റായിട്ട് ട്രീറ്റ് ചെയ്ത്, ഓപ്പൺ ക്യാബിനറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കുറച്ച് ക്യൂരിയോസ് ഒക്കെ വെക്കുമ്പം ആ ഒരു വാളിനെ പങ്ക്ചർ ചെയ്തിട്ട് അതൊരു ഫീച്ചറായിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ലേ ഔട്ട് ആണെങ്കിലും ഒരു യു ഷേപ്പിലെ ലേ ഔട്ട്, അപ്പം വെരി വെൽ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂം. പിന്നെ നമ്മൾ ഡൈനിങ് റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് വാളിൽ പിന്നെയും ഒരു 3 പങ്ക്ചേഴ്സ് കൊടുത്തിട്ട് നിഷസ് കണക്ക് കൊടുത്ത് ആ പാസേജിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആണ് ബാക്കി സ്പേസസിലോട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ബാക്കി റൂംസിലെ ബെഡ്റൂംസ്, കിച്ചൺ, ടോയ്ലറ്റിലേക്കുള്ള എല്ലാം എൻട്രി ആൻഡ് സർക്കുലേഷൻ നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്പേഷ്യസ് ആണ്, എയറിയാണ്. കിച്ചണിനകത്തുള്ള പ്രോബ്ലം ഫങ്ഷണൽ പ്രോബ്ലം ക്യാബിനറ്റ്സ് വിൻഡോന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു വിൻഡോ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ യൂസേജ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടുള്ളൂ. അല്ലാത്ത രീതിയിൽ പ്ലാനിങ്ങിൽ വെരി വെൽ ലേഡ് ഔട്ട് ഹൗസ്. ഇന്റീരിയേഴ്സ്